ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മളൊന്ന് ആത്മീകമായ ജീവിതത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന ആത്മീക രോഗങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്. ഭൗതിക ജീവിതത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന രോഗങ്ങൾ പോലെ തന്നെ ആത്മീയ ജീവിതത്തിലും അവർക്ക് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ രോഗങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് സൂക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കി അവൻ്റെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കാൻ അവന് സാധിക്കും. ഇസ്രായേൽ ജനത്തെ കർത്താവ് വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞ വാക്കാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, ഞാൻ നിന്റെ ആയുഷ്കാലം പൂർത്തിയാക്കും. ദൈവം തൻ്റെ ജനത്തിൻ്റെ ആയുഷ്കാലം പൂർത്തിയാക്കുന്നവനും രോഗത്തെ നീക്കി സൗഖ്യമാക്കുന്നവനുമാണെന്ന് കർത്താവ് തന്നെ പറയുകയാണ്. കർത്താവ് വൈദ്യനാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ദൈവം വിവിധ നിലകളിൽ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കും. ഒരപ്പൻ എന്നുള്ള നിലയിൽ, അമ്മ എന്നുള്ള നിലയിൽ, സഹോദരൻ എന്നുള്ള നിലയിൽ, കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ, ഗുരു എന്നുള്ള നിലയിൽ, അതങ്ങനെ വിവിധ തലങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് സൗഖ്യമാക്കുന്നത്. സൗഖ്യമാക്കുന്ന ആരാ? സൗഖ്യമാക്കുന്നത് ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യൻ. ആരെയാണ് സൗഖ്യമാക്കുന്നത്? സൗഖ്യമാക്കുന്നത് രോഗികളെ. രോഗികളെയാണ് വൈദ്യൻ സൗഖ്യമാക്കുന്നത്. ഇത് തന്നെയാണ് ആത്മീയ ജീവിതത്തിലും ദൈവം മനുഷ്യനോട്, തൻ്റെ ഭക്തന്മാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നത്, ആത്മീയമായി ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെന്ന് ഏറ്റവും ആദ്യമേ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് അസ്ഥികളുടെ ക്ഷയം. എന്താണ് അസ്ഥികളുടെ ക്ഷയം എന്ന് പറയും? 32-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികളൊക്കെയും ക്ഷയിച്ചു പോയി. അസ്ഥികൾ ക്ഷയിച്ചു പോകുന്ന ഒരു രോഗം. നമ്മൾ ലോകപ്രകാരം ലോകത്തിലുള്ള മനുഷ്യൻ്റെ രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ അസ്ഥികൾ ക്ഷയിച്ചു പോകുന്ന രോഗം അവർക്ക് വരാറുണ്ട്. അതൊക്കെയും അതിനുള്ള പരിശോധനകളും അതിനുള്ള ചികിത്സകളുമൊക്കെ ലോകത്തിൽ ധാരാളം നടക്കുന്നതും നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ ആത്മീക ജീവിതത്തിലും ഈ അസ്ഥികളുടെ ക്ഷയം എന്തുകൊണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ പഠിക്കുന്ന സന്ദർഭമാണിത്. ഇവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, 32-ാം സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൽ ഒരു പിഴവ് പറ്റി. ദൈവത്തോട് ദ്രോഹം ചെയ്യുന്ന, ദൈവത്തോട് പാപം ചെയ്യുന്ന ഒരവസ്ഥ ജീവിതത്തിൽ വന്നു. ഇങ്ങനെ വന്നപ്പോൾ ആ സമയം മുതൽ ഈ കാര്യമൊന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മതി. കർത്താവിന് മുമ്പാകെ ഞാൻ ഇങ്ങനെ ചെയ്തു പോയി കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പിഴവ് വന്നുപോയി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ മിണ്ടുന്നില്ല. കാരണം തെറ്റ് ചെയ്താൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റുപറയുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവർക്ക് എന്ത് തോന്നും? ഞാനത് അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ്, എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടല്ലോ. ഇങ്ങനെ അനവധി കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ വന്നു വിടാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ സ്വാഭിമാനമോ എൻ്റെ സ്വന്തം കാര്യമോ അല്ല, എൻ്റെ ദൈവമായിട്ട് എനിക്ക് പ്രാഗൽഭ്യം വേണം എന്ന് ചിന്തിക്കുന്നവർ ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യും. ആ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത തെറ്റ് ദൈവത്തിൻ്റെ ഭാഗമായിട്ട് പറയും. ഇത് പറയാതിരിക്കുന്ന കാലത്തോളം ശത്രുവിന് സന്തോഷമാണ്. കാരണം അവൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. ഈ അസ്ഥികൾ ക്ഷയിച്ച് നമ്മൾ 38-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ പഠിക്കുന്നത്,
എൻ്റെ പാപഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. അസ്ഥികൾക്കുള്ളിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, സ്വസ്ഥതയില്ല. ഇതിങ്ങനെ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ 32-ാം സങ്കീർത്തനം പിന്നെ തുറന്ന് വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ പാപം യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞിട്ടില്ല, സ്വന്തം ഹൃദയത്തിൽ പറഞ്ഞു തീരുമാനം എടുക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പാകെ എൻ്റെ പാപം അറിയിക്കാൻ പോവാം. ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ തന്നെ അവൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു. അപ്പം തന്നെ ആ 32-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അപ്പോൾ തന്നെ അവൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു. അപ്പോൾ ഏറ്റു പറഞ്ഞിട്ടില്ല, സമ്മതിച്ചിട്ടില്ല, ഒന്നും പരസ്യമായിട്ട് വന്നിട്ടില്ല, എല്ലാം ഹൃദയത്തിൽ തീരുമാനിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും ദൈവം അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു. ദൈവം ക്ഷമിച്ച ആ സമയത്ത് തന്നെ അസ്ഥികളിലെ ക്ഷയവും നിന്നു, അസ്ഥികളിൽ സ്വസ്ഥതയില്ലായ്മ നിന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ തീർന്നു. അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ലോകത്തിൽ അനേക മനുഷ്യർ തങ്ങൾ ചെയ്ത പാപം ഒരു വാക്ക് മതി, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഞാനത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, എന്നോട് ക്ഷമിക്കണമെന്നൊരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന വിഷയം. ഇതിങ്ങനെ ക്ഷയിച്ച് ആ മനുഷ്യൻ്റെ അസ്ഥികൾ ഏറ്റവും അപകടാവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥ വരും. അതെവിടം വരെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം തൻ്റെ ഭക്തനെ വിശ്വാസ ജീവിതത്തിലേക്ക് വിളിച്ചു കഴിയുമ്പോൾ അവനെ സംരക്ഷിക്കാനായിട്ട് ദൂതന്മാരെ ദൈവം കൊടുക്കും. ഇവനെ നോക്കിക്കൊള്ളണം എന്നുള്ള കൽപ്പനയാൽ ദൂതന്മാരെ അവന് കൊടുക്കും. അപ്പോൾ അവനുള്ള കൽപ്പനകളിൽ ചിലതാണ്, അവൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകരുത്, വിശേഷാൽ അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകരുത്. ഇതൊക്കെ അവരോട് ദൂതന്മാരോട് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവഭക്തന്മാരുടെ അസ്ഥികളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണനയും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണവും ദൂതന്മാർ മുഖാന്തരം അവൻ്റെ അസ്ഥികളിലുള്ളതാണ്. അവർ അത് വിട്ടുപോകില്ല, അത് സംരക്ഷിക്കാതിരിക്കില്ല, അതിനങ്ങേയറ്റം സംരക്ഷിക്കും. ഇതിൻ്റെ ആരംഭം ആണ് മനുഷ്യൻ ചെയ്യുന്ന അകൃത്യം, പാപം. അപ്പോൾ തന്നെ അസ്ഥികളിൽ അസ്വസ്ഥത തുടങ്ങി, അതുപോലെ തന്നെ ക്ഷയിക്കാനും തുടങ്ങി. അവരുടെ അകൃത്യം, മനുഷ്യൻ ചെയ്യുന്ന അകൃത്യം മുഴുവനും അവൻ്റെ അസ്ഥിയെ ബാധിച്ചിങ്ങനെ ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒടുവിൽ ഈ അസ്ഥി അകൃത്യം കൊണ്ടങ്ങ് നിറയും. അവരുടെ അസ്ഥികളിൽ അവരുടെ അകൃത്യം ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നാണ് പ്രവചന പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെ അസ്ഥികളിൽ അകൃത്യവും പാപവും നിറഞ്ഞു കഴിയുമ്പോൾ ആ അസ്ഥികളെ ഒടിയാൻ ദൈവം അനുവദിക്കും, തകർത്ത് കളയാൻ ദൈവം അനുവദിക്കും. അവിടെയാണ് ദൂതന്മാരുടെ കാവലടങ്ങ് മാറിയതിനു ശേഷം അവരുടെ അസ്ഥികൾ തകർന്നു പോകും. ഇത് സംഭവിക്കാതിരിക്കാനാണ് കർത്താവ് വചനം പറഞ്ഞിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികളൊക്കെയും ക്ഷയിച്ചു പോയി. മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. ചെയ്ത തെറ്റ്, അത് തെറ്റാണെന്ന് അറിയാമെങ്കിൽ ദൈവത്തിന് മുമ്പാകെ ഏറ്റു പറഞ്ഞ് അത് ഉപേക്ഷിക്കുക. ഏറ്റവും ആദ്യം അതിനൊരു തയ്യാറെടുക്കുക. ദൈവം ഉണ്ടാക്കും. അതോടുകൂടി അസ്ഥികളുടെ ക്ഷയവും തീരും. അതോടുകൂടി അസ്ഥികളുടെ അസ്വസ്ഥതയും തീരും. അസ്ഥികളിൽ അടിഞ്ഞുകൂടിയ അകൃത്യഭാരം നീക്കിപ്പോവുകയും ചെയ്യും. ആ പാവമെല്ലാം നീങ്ങിപ്പോയി അസ്ഥി ഇളമ്പുല്ല് പോലെ തഴയ്ക്കുമെന്ന് വചനത്തിലുള്ളതുപോലെ ദൈവം സൂക്ഷിക്കുന്ന, ദൈവം തഴപ്പിക്കുന്ന, ദൈവം സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തൻ്റെ നീതിമാൻ്റെ അസ്ഥികളായിട്ട് അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്.